മൂശക്കാലം 1-ാം ഞായർ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 5, 41 മുതൽ 47 വരെയുള്ള വാക്യങ്ങൾ. വിചിന്തനം: അവകാശപ്പെടുന്നത് ആയിത്തീരുക ഒരുവന്റെ വിശ്വാസതയ്ക്ക് നിദാനം. അവകാശപ്പെടുന്നത് ആയിത്തീരുന്നില്ല എന്ന് മാത്രമല്ല, ആയിത്തീരുവാനുള്ള ആഗ്രഹം പോലുമില്ല, അതിനുള്ളൊരു ശ്രമവും പോലുമില്ല എന്നൊരു ദുരവസ്ഥയല്ലേ ആധുനിക ലോകത്തിൽ നാം എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന് തോന്നിപ്പോകുന്നു. ഈ ദുരവസ്ഥ എല്ലാ തലത്തിലും ജീവിക്കുന്ന ആദരണീയരും സാധാരണക്കാരുമായിട്ടുള്ള വ്യക്തികളിൽ നമുക്ക് ദൃശ്യമായി കാണുന്നു. തങ്ങൾ ആത്മീയ തലത്തിൽ ജീവിക്കുന്ന വ്യക്തികളാണ്, ആത്മീയവാദികളാണ് എന്ന് സ്വയമായിട്ട് അവകാശപ്പെടുന്ന വ്യക്തികളിലും, തങ്ങളാണ് സമൂഹത്തിന്റെ നീതിയും ന്യായത്തിന്റെയും കാവൽഭടന്മാരും സംരക്ഷകരുമാണ് എന്ന് അവകാശപ്പെടുന്ന ന്യായാധിപന്മാരുടെ ഇടയിലും, രാജ്യത്തിലുള്ള ജനങ്ങൾക്ക് വികസനവും രാജ്യത്തിന്റെ അഭിവൃദ്ധിയും ലക്ഷ്യമാക്കിക്കൊണ്ട് പൊതുപ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങി വന്ന രാഷ്ട്രീയ പ്രവർത്തകരിലും, കാര്യക്ഷമതയിലും മൂല്യബോധത്തിലും തങ്ങൾ ഒട്ടും കുറവല്ല എന്ന് കാണിക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദങ്ങളിലും എന്നല്ല തെരുവിന്റെ മക്കളിലുമൊക്കെ ഈ ദുരവസ്ഥ നാം മറനീക്കി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ആയിട്ട് തോന്നുന്നു. ഈ ദുരവസ്ഥ ഒരു പടി പോലും കടന്ന് അവകാശപ്പെടുന്നത് ആയിരിക്കുന്നില്ല, ആയിരിക്കാൻ ആഗ്രഹിക്കുന്നുമില്ല, അതിനൊരു ശ്രമവുമില്ല എന്ന് മാത്രമല്ല, അങ്ങനെ ആയിരിക്കാതിരിക്കുന്നതാണ് ഇന്നത്തെ ധാർമ്മികത, ഇന്നത്തെ സാന്മാർഗികത, അതാണ് മൂല്യം എന്ന രീതിയിലേക്ക് പോലും ലോകം നടന്ന് നീങ്ങുന്നുണ്ടോ എന്ന് സംശയം തോന്നത്തക്ക വിധത്തില് ഈ അടുത്ത കാലത്ത് നമ്മുടെ രാജ്യത്തുണ്ടായ ചില സംഭവങ്ങൾ നമ്മെ ഭയപ്പെടുത്തുന്നു. ഒരു സംസ്ഥാനത്ത്, ഞാൻ വ്യക്തമായിട്ട് പേരും അതിന്റെ വിശദാംശങ്ങളും വെളിപ്പെടുത്തുന്നില്ല എന്ന് മാത്രം, ഒരു ജില്ലയുടെ ഭരണാധികാരിയായ അഡീഷണൽ കളക്ടർ എന്ന രീതിയിൽ ജോലി നോക്കിയിരുന്ന ഒരു IAS ഉദ്യോഗസ്ഥൻ സത്യസന്ധമായ രീതിയിൽ തന്റെ ദൗത്യം നിർവഹിക്കണം എന്നുള്ള ആ ബോധ്യത്തോടുകൂടെ തന്റെ ഔദ്യോഗിക കൃത്യത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന ആ ഉദ്യോഗസ്ഥൻ തന്റെ കർത്തവ്യത്തിന്റെ ഭാഗമെന്ന നിലയിൽ ഒരു വാഹനത്തിൽ കൂടെ തെരുവില് യാത്ര ചെയ്യുന്ന അവസരത്തിൽ നഗരമധ്യേ തന്നെ ഒരു ടാങ്കർ ലോറിയിൽ നിന്ന് ഇന്ധനം ഊറ്റിയെടുത്ത് തിരിമറി ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളെ അദ്ദേഹം കാണാനിടവരുന്നു. അദ്ദേഹം വാഹനം നിർത്തി അതിനെ ചോദ്യം ചെയ്യുന്നതിനു വേണ്ടി അവരുടെ അടുത്തേക്ക് ചെല്ലുന്നു. അവരുടെ പ്രവർത്തനങ്ങൾ തന്റെ കയ്യിലുള്ള മൊബൈൽ ഫോണിൽ അത് പകർത്തുകയും ചെയ്തു. അവരെ താക്കീത് ചെയ്തുകൊണ്ട് താൻ തന്റെ വാഹനത്തിൽ കയറി തന്റേതായിട്ടുള്ള കർത്തവ്യ നിർവഹണത്തിന് വേണ്ടി പോവുകയാണ്. ആ പോകുന്ന ആ അസിസ്റ്റന്റ് കളക്ടറിനെ ഒരു കൂട്ടം ആളുകൾ അനുഗമിച്ച് അദ്ദേഹത്തെ പിടികൂടുകയും അവരുടെ കൈവശം ഉണ്ടായിരുന്ന മണ്ണെണ്ണ ദേഹത്തൊഴിച്ച് നഗരമധ്യേ പട്ടാപകൽ തീ കൊളുത്തി കൊന്നു എന്നുള്ള വാർത്തയാണ് ഈ ദിവസങ്ങളിൽ മാധ്യമത്തിലൂടെ നാം വായിക്കാനിടവരുന്നത്. ഇത്രയും അധപ്പതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മൂല്യവ്യവസ്ഥതയിലേക്ക് നമ്മുടെ രാജ്യം നീങ്ങുന്നു എന്നുള്ളത് ഭയാനകമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ കൊച്ചു കേരളത്തിൽ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഫാക്ടറി, ആ ഫാക്ടറിയിലെ ഉദ്യോഗസ്ഥന്മാരും ജോലിക്കാരും ചില അഴിമതികളൊക്കെ കാണിക്കുന്നുണ്ട് എന്ന തെളിവിന്റെ അടിസ്ഥാനത്തിൽ ആ ഫാക്ടറിയിലെ തന്നെയുള്ള സീനിയർ ഉദ്യോഗസ്ഥനായിട്ടുള്ള ഒരു മനുഷ്യൻ അവരെ ചോദ്യം ചെയ്യുകയും അതിന് എതിരായിട്ടുള്ള ചില കരുനീക്കങ്ങൾ നടത്താനും ഇടവന്നപ്പോ അദ്ദേഹം തന്റെ വീട്ടിൽ ദുരൂഹ സാഹചര്യത്തിൽ തന്റെ 2 കുട്ടികളോടൊപ്പം അതിദാരുണമായ രീതിയിൽ വധിക്കപ്പെട്ട സ്ഥിതിയിൽ കിടക്കുന്നു. അത് കൊലപാതകമാണ് എന്ന് ചിലർ പറയുമ്പോൾ അതല്ല, ആത്മഹത്യയാണ് എന്ന് പറയാനും ആളുകൾ ധൃതി കാണിക്കുന്നു. ഇതൊക്കെ കാണിക്കുന്നത് മനുഷ്യന്റെ മനസ്സിൽ പൈശാചികമായിട്ടുള്ള ചില ചിന്തകൾക്ക് വളരെ പ്രാധാന്യം കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്
അത് സൂചന നൽകുന്നത്. നാം നമ്മുടെ ജീവിതത്തിൽ അവകാശപ്പെടുന്നത് അതിന്റെ തനിമയിൽ ഒരുപക്ഷെ എത്തിപ്പിടിക്കാൻ സാധിക്കാത്ത സ്ഥിതിയിലും എത്തിപ്പിടിക്കേണ്ടതാണ് എന്ന ചിന്ത പണ്ടേ നഷ്ടപ്പെട്ടു. അതിനും പുറമെ അങ്ങനെ എത്തിപ്പിടിക്കേണ്ടതില്ല എന്നുള്ളതാണ് സാൻമാർഗികത എന്ന നിലയിലേക്ക് പോലും സമൂഹം അധപ്പതിച്ചുകൊണ്ടിരിക്കുന്നു എന്നല്ലേ ഇതൊക്കെ നമുക്ക് നൽകുന്ന സൂചനകൾ. ഞാൻ ഈ സത്യങ്ങൾ നിങ്ങളോട് ഇന്ന് പറയാൻ കാരണം, ഈ തരം മൂല്യവ്യവസ്ഥിതി ഉൾക്കൊള്ളുന്ന ജനസമൂഹത്തെ യേശു എങ്ങനെയാണ് നേരിടുന്നത് എന്ന് മറനീക്കി കാണിക്കുന്ന ഒരു സുവിശേഷ ഭാഗമാണ് ഇന്നത്തേത് എന്ന് ഉള്ള എന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അന്ന് യേശുവിന്റെ കാലത്ത് തങ്ങൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിന്റെ ജനങ്ങളാണ് എന്ന് സ്വയമായിട്ട് അവകാശപ്പെടുകയും ദൈവത്തെയും ദൈവിക കാര്യങ്ങളിലും ആണ് തങ്ങളുടെ ഏറ്റവും വലിയ ശ്രദ്ധ എന്ന് ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തിരുന്ന സമൂഹത്തിന്റെ മുഖ്യധാരയിൽ ജീവിച്ചിരുന്ന ഒരു കൂട്ടം ആളുകളായിരുന്നു ഫരീസയർ. ഫരീസയ സമൂഹത്തിൽപ്പെട്ട ഒരു കൂട്ടം ആളുകളോട് യേശു സംവദിക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷം. യേശു അവരെ നോക്കി പറയുന്നു, നിങ്ങളുടെ അംഗീകാരവും ബഹുമതിയും എനിക്ക് ആവശ്യമില്ല. നിങ്ങളുടെ ഇതായിട്ടുള്ള ഒരു സംരക്ഷണവും ഞാൻ ആവശ്യപ്പെടുന്നില്ല. നിങ്ങളെ എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളിൽ ദൈവസ്നേഹമില്ല. നിങ്ങൾ ദൈവത്തെ പറ്റി പറയുന്നു എന്ന് വരികിലും ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണ് നിങ്ങൾ എന്ന് മനുഷ്യരോട് പറയുന്നു എന്ന് വരികിലും ദൈവമോ ദൈവിക കാര്യങ്ങളെ പറ്റിയുള്ള ചിന്തയോ നിങ്ങളുടെ ജീവിതത്തിലെ സ്വാധീനം ചെലുത്താൻ ഇടവരുന്നില്ല. അതുകൊണ്ട് നിങ്ങളെ ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന മുഖത്തു നോക്കി യേശു അവരോട് പറയുന്നതാണ് ഇന്നത്തെ സുവിശേഷം. യേശു തുടർന്ന് അവരോടായിട്ട് പറയുന്നു, നിങ്ങൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന മൂശ, ആ മൂശ നിയമദാതാവും കൂടിയാണ്. മൂശയുടെ നിയമങ്ങൾ വള്ളിപുള്ളി വ്യത്യാസം വരുത്താതെ നിങ്ങൾ ജീവിതത്തിൽ അനുഷ്ഠിക്കുന്നു, ജീവിതത്തിൽ നിങ്ങൾ കാത്തുസൂക്ഷിക്കുന്നു എന്ന് നിങ്ങൾ അവകാശപ്പെടുന്നു. ഈ മൂശ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ ഭാഷയിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. മൂശയെ നിങ്ങൾ അനുസരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ മൂശ പറഞ്ഞിട്ടുള്ള ദൈവത്തിന്റെ സാക്ഷാൽ പുത്രനായിട്ടുള്ള എന്നെ നിങ്ങൾ അനുസരിക്കുമായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ പറയുന്നു എന്ന് വരികിലും നിങ്ങളുടെ പ്രവർത്തനങ്ങള് അതിൽ നിന്ന് വളരെ വിഭിന്നമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നേയില്ല. നിങ്ങൾ നൽകുന്ന ഒരു മഹത്വവും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ജീവിതത്തിൽ മഹത്വം കണ്ടെത്തേണ്ടത് ഓരോരുത്തരും അവരവരുടെ ജീവിതത്തിൽ നന്മയായിട്ടുള്ളത് അവകാശപ്പെടാനും ആ അവകാശപ്പെടുന്നത് ആയിത്തീരാനുള്ള ആത്മാർത്ഥമായ പരിശ്രമത്തിലും കൂടെ നേടിയെടുക്കേണ്ട ഒന്നാണ് ജീവിതത്തിന്റെ മഹത്വം എന്ന് നിങ്ങൾ ധരിക്കുകയും അങ്ങനെ യഥാർത്ഥത്തിൽ ജീവിക്കുകയും ആ ജീവിതം തന്നെ സന്ദേശമാക്കുകയും ചെയ്ത യേശുവിന്റെ ആത്മവിശ്വാസത്തിന്റെ തികവാണ് നമ്മുടെ മുമ്പിൽ ഇന്നത്തെ സുവിശേഷം മുന്നോട്ട് വയ്ക്കുന്നത്. ഇങ്ങനെ മഹത്വം യഥാർത്ഥത്തിൽ എന്തിലാണ് എന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഈ സുവിശേഷ ഭാഗത്തോടു കൂടിയാണ് ആരാധനാക്രമം അനുസരിച്ചുള്ള മൂശക്കാലം ആരംഭം കുറിക്കുന്നത് എന്ന് ഉള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള വിഷയം. അതുകൊണ്ട് സഭാമക്കളായ നമ്മുടേതായിട്ടുള്ള മേന്മയും നമ്മുടേതായിട്ടുള്ള മഹത്വവും നമ്മുടേതായിട്ടുള്ള പക്വതയും നാം ആർജിച്ചെടുക്കേണ്ടത് എന്തവകാശപ്പെടുന്നുവോ അത് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ ആയിത്തീരുന്നതിന് വേണ്ടിയുള്ള ആത്മാർത്ഥമായ പരിശ്രമത്തിൽ കൂടിയാണ് അത് സാധ്യതമാകേണ്ടത് എന്ന യാഥാർത്ഥ്യം നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ ഇടവരട്ടെ. ഇതാണ് ഈ ദിവസത്തിന്റെ സുവിശേഷം നമുക്കായിട്ട് നൽകുന്ന സന്ദേശം എന്ന് കരുതുന്നതിൽ തെറ്റില്ല.